ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 9ാമത്തെ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും. അതെ, മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയ ആധുനിക മനുഷ്യൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടുകാരനേക്കാൾ ഉപരി ആധുനിക മനുഷ്യൻ്റെ സന്തത സഹചാരിയും പേഴ്സണൽ അസിസ്റ്റൻറ്റുമൊക്കെയായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. മാധ്യമം എന്ന വാക്ക് തന്നെ മാറി അത് സമൂഹ മാധ്യമം, സമ്പർക്ക മാധ്യമം എന്നൊക്കെ രൂപാന്തരപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മീഡിയ എന്നുള്ളത് സോഷ്യൽ മീഡിയ എന്നായി റീപ്ലേസ് ചെയ്യപ്പെട്ട കാലഘട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ മീഡിയ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. പഴയ കാലത്ത് മീഡിയ എന്ന് പറയുന്നത് ഒരു വൺ വേ മെക്കാനിസം ആയിരുന്നെങ്കിൽ, അതായത് ഒരു പ്രത്യേക വിവരം, വാർത്ത വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെടുക, പബ്ലിഷ് ചെയ്യപ്പെടുക, കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്ന് അതൊരു ടു വേ മെക്കാനിസമായി മാറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേസമയം തന്നെ രേഖപ്പെടുത്താനും ആ അഭിപ്രായത്തോട് യോജിക്കാനും വിയോജിക്കാനും ആ അഭിപ്രായത്തിനെ ചൊല്ലി തന്നെ മറ്റ് ചർച്ചാ വിഷയങ്ങൾ രൂപപ്പെടാനും അങ്ങനെ അതൊരു വലിയ ത്രെഡായി മാറാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ പരസ്പര സമ്പർക്കത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയത്തിൻ്റെ രീതിയിൽ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് 10-15 വർഷങ്ങൾക്ക് മുൻപ് ആണെങ്കിൽ ക്രൈസ്തവ ജീവിതവും മാധ്യമങ്ങളും എന്ന് പറയുമ്പോൾ നാം ഉൾപ്പെടുത്തിയിരുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളല്ല ഇന്ന് ഈ 2025 നാം ചിന്തിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റുകളിലേക്ക് കയറി വരുന്നത്. അത് പ്രധാനമായും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ, ന്യൂ ജനറേഷൻ മീഡിയാസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മുടെ ജീവിതവുമായി ലയിച്ചു ചേർന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മൾ പോലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ ജനലുകളും വാതിലുകളും അടച്ചിട്ട് ഇരുന്നാലും നാം അറിയാതെ തന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരെ പോലെയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ അഭിപ്രായങ്ങളെയും നമ്മുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യ ഘടകമായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ നമ്മുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും മുന്നിൽ തുറന്നുവച്ച വലിയ ജനാലകളാണ് നമ്മുടെ മാധ്യമങ്ങൾ. പുസ്തകങ്ങൾ, മാഗസീനുകൾ, പത്രങ്ങൾ, റേഡിയോ, ഫോൺ, ടെലിവിഷൻ, സിനിമ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ് എന്നിങ്ങനെ നമ്മെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങൾ പലതാണ്. ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം മാധ്യമ ലോകത്തെ വർഷങ്ങൾക്ക് മുൻപ് മാറ്റിമറിച്ചെങ്കിലും അതോടൊപ്പം സ്മാർട്ട് ഫോണിൻ്റെ കടന്നുവരവ് ഈ മേഖലയെ ഒട്ടാകെ അടിമുടി മാറ്റിക്കളഞ്ഞു. അതിനോടൊപ്പമാണ് നവമാധ്യമങ്ങളുടെയും പിറവി. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, എക്സ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ ഒരു പുതിയ ഡിജിറ്റൽ സംസ്കാരത്തിന് തന്നെ രൂപം കൊടുത്തിരിക്കുന്നു. പഴയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഇന്ന് ഏറെയും. നാം ഈ മാധ്യമങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ ആരംഭം അതിപുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. ഗുഹാമനുഷ്യർ അവർ താമസിച്ചിരുന്ന ഗുഹകളിൽ വരച്ചു വെച്ചിരുന്ന ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങളാണ് ആദ്യത്തെ മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്നു. അവർ തങ്ങളുടെ അനുഭവങ്ങളും കഥകളും അല്ലെങ്കിൽ ഭാവി തലമുറകൾക്ക് എന്തെങ്കിലും സൂചനകൾ കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രതീകങ്ങളായിട്ടാണ് ഗുഹാചിത്രങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. അത് ആദ്യത്തെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോമായിട്ട് നാം കരുതുന്നു. പിന്നീട് ക്രിസ്തുവിന് മുൻപ് 3000-1000 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ എഴുതുവാനുള്ള സമ്പ്രദായങ്ങളും ലിപികളും കണ്ടുപിടിക്കപ്പെടുന്നു. ഈ എഴുത്ത് ലിപികളും അക്ഷരങ്ങളുമൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യൻ സംഭാഷണം നടത്താനും ആശയവിനിമയം നടത്താനും തുടങ്ങിയപ്പോൾ അത് ശേഖരിക്കാനായിട്ട് ഒരു മീഡിയം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ചില കളിമൺ പലകകളിലും അല്ലെങ്കിൽ ഓലകളിലുമൊക്കെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോഴും അതൊരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ടായില്ല. എന്നാൽ പിന്നീട് ഏകദേശം ക്രിസ്തുവിന് ശേഷം 100 വർഷങ്ങൾക്കും 800 വർഷങ്ങൾക്കും ശേഷം ചൈനയിൽ പേപ്പർ കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ് ഈ ഒരു കാര്യം വളരെ വലുതായി മാറ്റപ്പെട്ടത്. പേപ്പറിൽ അക്ഷരങ്ങളും ലിപികളുമെല്ലാം എഴുതുവാനും അത് വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യാനും സാധിക്കുന്ന വിധത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതി മാറ്റപ്പെട്ടു. അതിലും വലിയ വിപ്ലവാത്മകമായ കണ്ടുപിടുത്തമായിരുന്നു 1450 ജൊഹന്നാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചപ്പോൾ. അതായത് അത്രയും നാൾ
ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ കുറേ മനുഷ്യരുടെ അധ്വാനമായിരുന്നു ഈ പേപ്പറിൽ ചായങ്ങൾ ഉപയോഗിച്ച് മഷി ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എഴുതുക, പകർത്തുക എന്നുള്ളതെല്ലാം. എന്നാൽ യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഈ മാധ്യമ സംസ്കാരം വളരെയധികം വിപ്ലവാത്മകമായി മാറുകയാണ് ഉണ്ടായത്. ബുക്കുകൾ, ന്യൂസ് പേപ്പറുകൾ, ചെറിയ ലഘുലേഖകൾ എന്നിവ അച്ചടിക്കപ്പെടാൻ തുടങ്ങി. ജനങ്ങളിലേക്ക് അതിവേഗം ആശയങ്ങളും അവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പല അഭിപ്രായങ്ങളും ലേഖനങ്ങളുമെല്ലാം കൈമാറാൻ സാധിക്കുന്ന വിധത്തിൽ അച്ചടി ലോകത്തെ കീഴടക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ മീഡിയ എന്നുള്ള വാക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത്. അതായത് ഒരു മാസ് പ്രൊഡക്ഷൻ സാധിക്കുന്ന തരത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക്, ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും വരുന്ന ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു ആശയമോ ഒരു വാർത്തയോ ചെന്നെത്തുന്ന രീതിയിൽ മാധ്യമ ലോകം മാറിയത് ഈ കാലഘട്ടത്തിലാണ്. പിന്നീട് ഇതിനെയെല്ലാം അടിമുടി മാറ്റിക്കൊണ്ട് 1990കളിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയും വികസിച്ചു വന്നപ്പോൾ അതിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചു. ടെലഗ്രാഫ് കണ്ടുപിടിക്കപ്പെട്ടു. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആരും സഞ്ചരിക്കാതെ തന്നെ യാന്ത്രികമായി മെസ്സേജുകൾ നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ലോങ് ഡിസ്റ്റൻസ് മെസ്സേജസ്. ന്യൂസ് പേപ്പേഴ്സ് ലോകം മുഴുവനും എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കഴിഞ്ഞു. ദിനം പ്രതി ആളുകൾ തങ്ങളുടെ പ്രഭാതകൃത്യങ്ങളോടൊപ്പം പേപ്പർ വായിക്കുക എന്നുള്ള ശീലം ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞിരുന്നു. പത്രമാധ്യമങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ പേരെ സ്വാധീനിച്ചിരുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ ആശയങ്ങളെയൊക്കെ സ്വാധീനിച്ചിരുന്നത്, വാർത്തകൾ എത്തിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ തന്നെ റേഡിയോ കണ്ടുപിടിക്കപ്പെട്ടു. ഈ മാധ്യമങ്ങളുടെ ലോകത്തിലേക്ക് ശബ്ദം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. ലോകത്താകമാനം ആയിരക്കണക്കിന് റേഡിയോ സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും പല റേഡിയോ ഷോകൾ കേൾക്കാനായി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം സംജാതമായി. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെട്ടു. വീണ്ടും മാധ്യമ ലോകത്തിലേക്ക് വളരെ വിപ്ലവാത്മകമായി ദൃശ്യങ്ങളുടെ സാന്നിധ്യമുണ്ടായി. അത്രയും നാൾ എഴുത്തിലൂടെയും ശബ്ദത്തിലൂടെയും കേട്ടിരുന്ന വാർത്തകളും അറിവുകളും ആശയങ്ങളും ദൃശ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വരാൻ തുടങ്ങിയപ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ അനുഭവവേദ്യമായി, അത് കൂടുതൽ പോപ്പുലറായി. ലോകം മുഴുവനും ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ മാധ്യമം കീഴടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഈ കാലഘട്ടമായപ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെയധികം ഫാസ്റ്റും വളരെയധികം ഇമോഷണലുമായി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം അത് അത്രയ്ക്കധികം ജനങ്ങളെ സ്വാധീനിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുന്ന ലെവലിലേക്ക് മാധ്യമങ്ങളുടെ ഉപയോഗം മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് വീണ്ടും ഈ മേഖലയെ പിടിച്ചുകുലുക്കിയ കണ്ടുപിടുത്തമായിരുന്നു 1970കളിൽ ഒരു ഡിജിറ്റൽ മീഡിയ എന്നുള്ള ആദ്യത്തെ ആശയങ്ങൾ രൂപപ്പെട്ടത്. ഇമെയിലുകൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇൻ്റർനെറ്റ് കണക്ഷൻ പിറവിയെടുക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതായത് ഒരു പേപ്പറിൻ്റെയോ റേഡിയോയുടെയോ ടിവിയുടെയോ ഒന്നും സഹായമില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്കും ആശയവിനിമയം നടത്തുന്ന രീതിയിൽ ഇൻ്റർനെറ്റ് എന്നുള്ള സാങ്കേതിക വിദ്യ ആരംഭം കുറിച്ച കാലഘട്ടമാണ്. ആ സമയത്താണ് മീഡിയ എന്ന് പറയുന്ന ആശയം 2-വേ കമ്മ്യൂണിക്കേഷനായി മാറിയത്. അതായത് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു കാര്യം സംപ്രേഷണം ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ റിപ്ലൈയോ അല്ലെങ്കിൽ തിരിച്ച് മറ്റൊരു കാര്യം അവിടെ നിന്ന് സംപ്രേഷണം ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ ഇൻ്റർനെറ്റ് ഈ മേഖലയെ പിടിച്ചുകുലുക്കി. കത്തുകൾ എഴുതിയിരുന്നവർ ഇമെയിലിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ പല പല വലിയ മാറ്റങ്ങളും ഉണ്ടായി. ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് 2000 ആണ്ട് തുടങ്ങി ഇന്നത്തെ നമ്മുടെ കാലഘട്ടം വരെ എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ വലിയ കണ്ടുപിടുത്തമായി നിലനിൽക്കുന്നത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഈ സ്മാർട്ട് ഫോണുകൾ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഇൻ്റർനെറ്റിനോട് കൂടെ ചേർന്ന് ഇതൊരു വലിയ തരത്തിലുള്ള മാധ്യമ സംസ്കാരത്തിനെ രൂപപ്പെടുത്തുകയും ഈ മാധ്യമ സംസ്കാരത്തെ അടിമുടി മാറ്റുകയും ചെയ്തു. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങൾ പിറവിയെടുത്തു. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പണ്ട് കാലത്ത് നമ്മൾക്ക് ചിന്തിക്കാനാവുന്നതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയിലേക്ക് മാറ്റപ്പെട്ടു. ഓരോരുത്തരുടെയും വിരൽ തുമ്പുകളിൽ ഇൻഫോർമേഷൻസ് പറന്നെത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണാനും അല്ലെങ്കിൽ ആശയങ്ങളും അറിവുകളും കാണാനും മനസ്സിലാക്കാനും അതോടൊപ്പം അതിനോട് പ്രതികരിക്കാനും സാധിക്കുന്ന വിധത്തിൽ മാധ്യമ സംസ്കാരം അടിമുടി മാറ്റപ്പെട്ടു. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ പേര് തന്നെ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമം, സമ്പർക്ക മാധ്യമം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇന്നത്തെ ലോകത്ത് ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് സ്ഥിരമായി സംപ്രേഷണം ചെയ്യപ്പെടുന്ന ന്യൂസുകളോ സ്ഥിരമായി സംപ്രേഷണം ചെയ്യപ്പെടുന്ന ആശയങ്ങളോ എന്നതിനേക്കാൾ ഉപരി
തങ്ങളുടെ ഫോണുകളിലേക്കും തങ്ങളുടെ ഡിവൈസുകളിലേക്കും എത്തപ്പെടുന്ന ആശയങ്ങളും അവരവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അവരവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങളോടുള്ള പ്രതികരണങ്ങളും കമ്മ്യൂണിറ്റി ത്രെഡുകളും ഡിസ്കഷൻ ഫോറംസുമൊക്കെ ആയിട്ട് അതൊരു പരസ്പര സമ്പർക്കത്തിൻ്റെ വേദിയായി കഴിഞ്ഞു. ഒരു കാട്ടുതീ വ്യാപിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഒരാശയത്തെ, ഒരു വാർത്തയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവരുടെ മനസ്സിനെ സ്വാധീനിക്കാനും കഴിയാവുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ എന്നുള്ള പദം ഇന്നത്തെ ലോകത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാന കാര്യമായി തന്നെ മാറിക്കഴിഞ്ഞു. ഇതാണ് മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്കുള്ള നമ്മുടെ ഒരു യാത്രയുടെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ഡിജിറ്റൽ മാധ്യമ സംസ്കാരം നമ്മുടെ ജീവിതം തന്നെയായി മാറിക്കഴിഞ്ഞു. ലോകത്തെവിടെയും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ശരിയും തെറ്റും നമ്മുടേതായ താല്പര്യപ്രകാരം ഡിഫൈൻ ചെയ്യുന്നൊരു വിധത്തിലേക്ക് ഈ മാധ്യമങ്ങൾ നമ്മളെ മാറ്റിക്കഴിഞ്ഞു. എന്താണ് സ്വീകരിക്കേണ്ടതെന്നും എന്താണ് തിരസ്കരിക്കേണ്ടതെന്നും നമ്മെ പ്രേരിപ്പിക്കുന്നത് തന്നെ ഈ മാധ്യമങ്ങളിലൂടെയുള്ള ചില ആശയപ്രചരണങ്ങളും അവയുടെ ജനപ്രിയതയും ഒക്കെയാണ്. ചില കാര്യങ്ങൾ സത്യം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കാത്ത വിധത്തിൽ പോലും സത്യത്തെ വളച്ചൊടിക്കുകയും ഇത് സത്യമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ മാധ്യമങ്ങൾ നമ്മെ സ്വാധീനിച്ചു കഴിഞ്ഞു. ചില കാര്യങ്ങളെ പറ്റിയുള്ള ഊഹങ്ങൾ പോലും വസ്തുതകളായി അവതരിപ്പിക്കുകയും സത്യങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നമുക്ക് വാട്സാപ്പിൽ ലഭിക്കുന്ന പല ഫോർവേഡ് മെസ്സേജുകളും, ഒരു വാട്സാപ്പിൽ ലഭിക്കുന്ന 1000 ഫോർവേഡ് മെസ്സേജുകളിൽ ഏകദേശം 90% ഫേക്ക് മെസ്സേജുകളാണെന്നാണ് പറയപ്പെടുക. ചില ഊഹാപോഹങ്ങളും ചില അറിവുകളും കോർത്തിണക്കിക്കൊണ്ട് ഇതാണ് വസ്തുത, ഇതാണ് സത്യം, ഇതാണ് ഈ രോഗത്തിനുള്ള മരുന്ന്, അല്ലെങ്കിൽ ഇതാണ് ഇന്ന കാര്യത്തിനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ഭാഷയിൽ സാഹിത്യ പണ്ഡിതന്മാരെ പോലെ തോന്നുന്നവർ എഴുതിവിടുന്ന മെസ്സേജുകൾ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായി അറിയാതെ തന്നെ അതാണ് സത്യമെന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. നമുക്കറിയാം, മാധ്യമങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഗുഹാമനുഷ്യരുടെ കാലഘട്ടത്തിൽ നിന്നാണ് നാം കണ്ടു. അന്നു മുതൽ മാധ്യമങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണ് അവ രൂപീകരിക്കപ്പെട്ടത്? കാലം ഇത്രയേറെ മാറ്റപ്പെട്ടപ്പോൾ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ സ്വാധീനത്തിലും മാറ്റം വന്നെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്നും ഒന്നായി തന്നെ നിലകൊള്ളുന്നു. മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ, ഇതിൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നമുക്ക് നൽകുക എന്നുള്ളതാണ്, അറിവ് നൽകുക. അതായത് നമുക്ക് ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അത് ആ നിമിഷം തന്നെ അറിയിക്കുക. കാരണം ആ സംഭവങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും വീക്ഷണങ്ങളും രൂപപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും തീരുമാനിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ടു ഇൻഫോം, അറിവ് നൽകുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയാൻ സാധിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ്, ടു ഇൻസ്ട്രക്ട്. അതായത് ലോകത്തിലുള്ള പല തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുകയും അതിൽ നമ്മെ ആഴപ്പെടുത്തുകയും ചെയ്യുക. അതായത് ഇൻഫർമേഷൻ്റെ വലിയൊരു കളക്ഷൻ, വിജ്ഞാനത്തിൻ്റെ വലിയൊരു ശേഖരം നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മാധ്യമങ്ങളുടെ മൂന്നാമത്തെ ലക്ഷ്യമായി പറയാൻ സാധിക്കുക, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്, നമുക്ക് വിനോദം നൽകുക എന്നുള്ളതാണ്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. അതായത് നമ്മുടെ എല്ലാവരുടെയും തിരക്കിട്ട ടെൻഷനുകളുള്ള സമ്മർദ്ദം നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഇടവേളകൾ നൽകുക, മനുഷ്യന്മാരുടെ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്ന ഓരോ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള കലകൾ, സംഗീതം, നൃത്തം, നാടകം, സിനിമ തുടങ്ങിയവ അതിൻ്റെ തനിമയെ നഷ്ടമാകാതെ ഭാവി കാലങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക, സംരക്ഷിക്കുക. ഇതെല്ലാം ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക്, മറ്റു ഭൂപ്രദേശങ്ങളിലേക്ക് ഒരു നാടിൻ്റെ തനിമ, ഒരു നാടിൻ്റെ സംസ്കാരം ഒക്കെ വിളിച്ചോതുന്ന കലാരൂപങ്ങളും കലയും ഒക്കെ എത്തിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. മാധ്യമങ്ങളുടെ നാലാമത്തെ ലക്ഷ്യമാണ് പരസ്പരമുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ആദിമകാലം തൊട്ടേ തന്നെ ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ചില പ്രത്യേക മനുഷ്യർക്കുണ്ടായ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ മറ്റു മനുഷ്യരെ അറിയിക്കുക, അതുവഴി അവരെ നേർവഴിയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിലേക്ക് നയിക്കുക, ചില സൂചനകൾ അവർക്ക് കൊടുക്കുക എന്നുള്ള തരത്തിൽ മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്നും ഇതുതന്നെയാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. വ്യക്തിബന്ധങ്ങളെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. നമ്മളിൽ നിന്നും വളരെ വിദൂരത്തിലായിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനുമൊക്കെ സാധിക്കുക. ഒരു 30 വർഷത്തിന് മുന്നിൽ നിന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ടെലിഫോൺ കോളുകളും
അല്ലെങ്കിൽ കത്തുകളുമൊക്കെ വഴി നാം ചെയ്തിരുന്ന ആശയവിനിമയം ഒരാളെ ദൂരത്തിലാണ്, അതായത് ദൂരം ആളുകൾ തമ്മിലുള്ള ദൂരം കുറച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു കത്തും ടെലിഫോണും അല്ലെങ്കിൽ ടെലിഗ്രാഫുമെല്ലാം. എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ദൂരം പിന്നെയും കുറച്ച് ഭൂപ്രദേശങ്ങൾക്കപ്പുറത്ത്, കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അപ്പുറത്താണ് ഇരിക്കുന്നത് എന്ന വിധത്തിൽ മാധ്യമങ്ങൾ നമ്മളെ അത്രയധികം ബന്ധപ്പെടുത്തി കഴിഞ്ഞു പരസ്പരം. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തി കൂട്ടായ്മയിൽ വളർത്തുക എന്നുള്ളത് ഈ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഇനി മാധ്യമങ്ങളുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുക വ്യാഖ്യാനങ്ങൾ നൽകുക എന്നുള്ളതാണ്, ഇന്റർപ്രിട്ടേഷൻസ് നൽകുക. അതായത് ഒരു പ്രത്യേക കാര്യത്തിൽ മൊറാലിറ്റി അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെയും വാർത്തകളെയും സാഹചര്യങ്ങളെയും വ്യാഖ്യാനിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രം പോരാ. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു എന്നുള്ളത് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമാണ്. പക്ഷേ ഒരു ആക്സിഡന്റ് നടന്നത് അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുടെ സാഹചര്യത്തിന്റെ അപാകത മൂലമാണോ, ആരെങ്കിലും സ്ഥിരമായി വരുത്തുന്ന തെറ്റുകൾ മൂലമാണോ, എന്തെങ്കിലും പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അവിടെ കൃത്യമായി നോക്കുന്നില്ലാത്തത് കൊണ്ടാണോ എന്നുള്ള തരത്തിൽ ധാർമ്മികവും നിയമപരവുമായ അടിസ്ഥാനത്തിൽ നിന്ന് വേണം ഓരോ മാധ്യമങ്ങളും ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും. അതിൽ നിന്നാണ് സമൂഹത്തിന് ഈ അവതരിപ്പിക്കപ്പെട്ട വാർത്തയിൽ നിന്നും ആശയത്തിൽ നിന്നും എന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു മാർഗദർശനം നൽകാൻ സാധിക്കുക. അതുകൊണ്ട് വിവരങ്ങൾ നൽകുക എന്നതിനപ്പുറം നൽകപ്പെട്ട വിവരങ്ങളുടെ പ്രാധാന്യം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത്, വ്യാഖ്യാനിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി മാധ്യമങ്ങളുടെ മറ്റൊരു ലക്ഷ്യമാണ് ആളുകളെ വിജിലന്റ് ആക്കുക, ജാഗ്രതയോടുകൂടി ഇരുത്തുക എന്നുള്ളത്. അതായത് ഓരോ കാലഘട്ടത്തിലും സമൂഹം ശ്രദ്ധിക്കേണ്ട, വിജിലന്റ് ആയിരിക്കേണ്ട ചില വിഷയങ്ങൾ എടുത്തു കാണിക്കുക. സമൂഹത്തിലുള്ള അഴിമതികൾ, അക്രമങ്ങൾ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ അഴിമതികൾ, കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികളുടെ പക്ഷഭേദങ്ങൾ, മയക്കുമരുന്ന് പോലുള്ള നിരോധിത വസ്തുക്കളുടെ ഉപയോഗവും സർക്കുലേഷനും മൂലം സമൂഹത്തിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് ജാഗ്രത കൊടുക്കേണ്ടത്, വിജിലന്റ് ആക്കേണ്ടത് മാധ്യമങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മാധ്യമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യമായിട്ട് പറയുക സ്ഥിരപ്പെടുത്തുക, സ്റ്റെബിലൈസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില വിവരങ്ങളും അറിവുകളും സാഹചര്യങ്ങളും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മനുഷ്യന്മാർ അല്ലെങ്കിൽ തലമുറകൾ കഴിയുമ്പോൾ മനുഷ്യന്മാർ ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ അതെല്ലാം ഓരോ തലമുറകളും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അത്തരത്തിലുള്ള മറന്നുപോകാനിടയുള്ള, ദുർബലമാകാനിടയുള്ള വാർത്തകളെയും വിവരങ്ങളെയും പൊതുസമൂഹത്തിന് മുൻപിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു വലിയ ധർമ്മമാണ്. അപ്പോൾ ഒരു പൊതുബോധത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ നിലനിൽക്കും. ഉദാഹരണത്തിന്, നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത് ഒത്തിരിയധികം വർഷങ്ങൾക്ക് മുൻപാണ്. അത് നേരിൽ കണ്ടതായിട്ടുള്ള ഒരു തലമുറ ഇന്ന് ജീവിച്ചിരിക്കുന്നത് വളരെ വിരളമാണ്. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പീഡനങ്ങൾ നേരിട്ട, ഒത്തിരിയധികം കഷ്ടപ്പെട്ട രക്തസാക്ഷികളായ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരെക്കുറിച്ചെല്ലാം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർഷം വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പൊതു പൗരബോധവും ഒരു രാഷ്ട്രബോധവുമെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള കഷ്ടത മനസ്സിലാക്കാത്ത, അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാത്ത ഒരു ജനതയ്ക്ക് പോലും അന്നത്തെ അവസ്ഥയെക്കുറിച്ചും നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ള നീഡിനെക്കുറിച്ച് ജനങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചും അതിനു മുന്നിൽ പ്രവർത്തിച്ചിരുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള സ്ഥിരപ്പെടുത്തലുകളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു രാഷ്ട്രബോധവും പൊതുബോധവുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിനെക്കുറിച്ചുമുള്ള ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നാം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അറിവ് നൽകുക, ടു ഇൻഫോം, പഠിപ്പിക്കുക, ടു ഇൻസ്ട്രക്ട്, വിനോദിപ്പിക്കുക, ടു എൻ്റർടൈൻ, ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക, ബോണ്ടിങ് മെച്ചപ്പെടുത്തുക, വ്യാഖ്യാനിക്കുക, ടു ഇൻ്റർപ്രറ്റ്, ജാഗ്രത പുലർത്തുക, ടു മേക്ക് വിജിലന്റ്, സ്ഥിരപ്പെടുത്തുക, ടു സ്റ്റെബിലൈസ് ഓർ റീഇൻഫോഴ്സ്. ഇതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇങ്ങനെ നാം കണ്ടതുപോലെ മനുഷ്യജീവനെ ഉദാത്തമായ ഒരു ചിന്തയിലേക്കും നല്ല ജീവിത വീക്ഷണത്തിലേക്കും നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ.
എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ഒരു ബിസിനസ് ആയി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഒരു പ്രധാന കച്ചവടമായി ലോകമാകെ മാറിക്കഴിഞ്ഞു. ഈ മാധ്യമങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങൾ അതിരുവിടുമ്പോൾ അധാർമികവും അരാജകത്വവും നിറഞ്ഞ ഒരു സമൂഹമാണ് പിറവിയെടുക്കുക. കാരണം മനുഷ്യ മനസ്സിനെ അത്രയധികം സ്വാധീനിക്കുന്ന തരത്തിൽ ഉള്ള വിഷ്വലുകളായും പ്രസന്റേഷനുകളായും എല്ലാം മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ എത്തുന്നത് വിഷമാണെങ്കിൽ ആ വിഷം സ്വീകരിക്കപ്പെടും, അതിലൂടെ എത്തുന്നത് അമൃതാണെങ്കിൽ ആ അമൃത് സ്വീകരിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കച്ചവട സാധ്യതകളെ വളരെയധികം മനസ്സിലാക്കി പല മാധ്യമങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ധാർമ്മികതയേക്കാൾ കൂടുതൽ കച്ചവട താല്പര്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വേണം ഇന്നത്തെ പല ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ ഒരു അനീതിയായി മാറുകയാണ്. ഇന്നത്തെ ആധുനിക കാലത്ത് മാധ്യമങ്ങൾ എത്രത്തോളം മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് രണ്ടു പ്രധാനപ്പെട്ട തിയറികൾ, സിദ്ധാന്തങ്ങൾ പൊതുവെ ചർച്ചയായിട്ടുണ്ട്. അതിലൊന്നാണ് കൾട്ടിവേഷൻ തിയറി എന്നറിയപ്പെടുന്ന വളർത്തിയെടുക്കൽ സിദ്ധാന്തവും മീൻ വേൾഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന അധമ ലോക സിദ്ധാന്തവും. ഇതെന്താണെന്ന് ഒന്ന് പെട്ടെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, കൾട്ടിവേഷൻ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്തോ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള ഒരു തിയറിയാണെന്ന്. ഈ തിയറി അനുസരിച്ച് നമ്മൾ കാണുന്ന വിഷ്വലുകളിലുള്ള, നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങളിലുള്ള ചില കഥാപാത്രങ്ങളെയും മൂല്യങ്ങളെയും യഥാർത്ഥ ജീവിതത്തിൽ നാം അനുകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ടെലിവിഷനിലും സിനിമയിലും സമൂഹ മാധ്യമങ്ങളിലും മൊബൈൽ സ്ക്രീനിലും നാം ചിലതൊക്കെ കാണുമ്പോൾ അവയോട് നാം താതാത്മ്യപ്പെടുന്ന ഒരു രീതിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അക്രമം, വയലൻസ്, കൊലപാതകം എന്നുള്ളതെല്ലാം ഏറ്റവും മാരകമായ തെറ്റും പാപവുമായി ഒക്കെ കണക്കാക്കപ്പെടുന്ന സമൂഹത്തിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരം നാം കാണുന്ന സിനിമയിൽ ഒരു നായകനും വില്ലനും അല്ലെങ്കിൽ അനുബന്ധ സാഹചര്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു നായകൻ വില്ലനെ കൊല്ലുന്നതോ ആക്രമിക്കുന്നതോ ആയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് അതിനോട് താതാത്മ്യപ്പെടുകയും നമ്മുടെ മനസ്സ് അത് ആഗ്രഹിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് അശ്ലീല ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വർഗീയത, തീവ്രവാദ ആശയങ്ങൾ, ലൈംഗികത എന്നിവയെക്കുറിച്ചെല്ലാം മാധ്യമങ്ങൾ കാണിക്കുന്ന ചില ദൃശ്യങ്ങളും ആശയങ്ങളും അവ നമ്മുടെ മനസ്സിനെ ഇത് കാണുമ്പോഴുള്ള ലോകത്തിൽ സ്വാധീനിക്കുന്നതും. യഥാർത്ഥ ജീവിതത്തിൽ ഇതെല്ലാം അനുകരിക്കപ്പെടേണ്ടവയല്ല, തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത് കാണുന്ന ആസ്വദിക്കുന്ന ലോകത്തിൽ നാം അതിനോട് താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായും സാവധാനത്തിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും പിന്നീട് നമ്മുടെ ജീവിതത്തിലും ചെറുതായി സ്വാധീനിച്ചു തുടങ്ങും. അത് പിന്നീട് ഒരു വലിയ തോതിലേക്ക് മാറുകയും ചെയ്യും. ഇതിനെയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് തങ്ങൾക്ക് ആവശ്യമുള്ള ചില താല്പര്യങ്ങൾ വളർത്തിയെടുത്ത് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ. ഇനി അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു ആശയമാണ് അധമ ലോക സിൻഡ്രോം, മീൻ വേൾഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഇതനുസരിച്ച് അക്രമങ്ങൾ, അശ്ലീലത സംബന്ധിക്കുന്ന ടെലിവിഷൻ, സിനിമ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ കാഴ്ചകൾ തുടർച്ചയായിട്ട് നാം കാണുമ്പോൾ, പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്തവരും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യവും എക്സ്പീരിയൻസും ഒന്നും ഇല്ലാത്തവർ ഇത് കാണുമ്പോൾ അതിനെ അനുഗമിക്കാനും അതിനെ അനുകരിക്കാനും അത് അനുഗമിക്കാനും അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന പ്രവർത്തികളായി നോർമലൈസ് ചെയ്യപ്പെടാനും ഉള്ള ഒരു കാര്യത്തിലേക്ക് സമൂഹത്തെ മാറ്റുക എന്നുള്ളത്. ഉദാഹരണത്തിന് സമീപകാല സിനിമകൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മയക്കുമരുന്നുകളുടെ, കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം ഒരു ഇമാജിനറി വേൾഡായിട്ട് പോലും കാണിക്കുകയാണെങ്കിലും അത് സമൂഹത്തിലെ ഒരു നോർമൽ കാര്യമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പല സിനിമകളിലും. അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്നുള്ള മട്ടിൽ ഒരു ദൃശ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയത്തെ മാസ് കമ്മ്യൂണിക്കേഷനിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തെ വളരെയധികം തെറ്റായി സ്വാധീനിക്കുന്നുണ്ട്. അത് ലോകത്തെ ഒരു അധമ ലോകമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പോപ്പുലാരിറ്റിയാണത്. ലോകത്തെ ഏറ്റവും അപകടകരമായ ഒരു സ്ഥലമായും മനുഷ്യന്മാരെല്ലാവരും അക്രമാവസ്ഥനയുള്ളവരായും അല്ലെങ്കിൽ കൂടുതൽ ലൈംഗിക താല്പര്യമുള്ളവരായും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോട് കൂടുതൽ അടിമപ്പെട്ടവരായും അതുമാത്രം ആശ്രയിച്ച് നടക്കുന്നവരായും ഒക്കെ കാണിക്കുമ്പോൾ ലോകം തന്നെ മൊത്തത്തിൽ ഒരു അരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വളരെ അധമമായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളൊരു ധാരണ നാം അറിയാതെ തന്നെ നമ്മിലേക്ക് കടത്തിവിടുകയാണ്
ഇത്തരത്തിലുള്ള രണ്ട് സിദ്ധാന്തങ്ങൾ ആധുനിക ലോകത്തിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു പത്രം തന്നെ എടുത്താൽ നമ്മളുടെ മൊബൈലിലായിക്കോട്ടെ, നമ്മളുടെ സ്മാർട്ട് ഡിവൈസിലായിക്കൊള്ളട്ടെ, ഒരു ആപ്ലിക്കേഷൻ തുറന്ന് ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ ആദ്യ പേജുകൾ എടുത്ത് വായിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് പോസിറ്റിവിറ്റി നൽകുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന ന്യൂസുകളെക്കാൾ ഉപരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റങ്ങൾ ചെയ്തതിനെക്കുറിച്ചും അഴിമതികൾ നടത്തിയതിനെക്കുറിച്ചും കൊള്ളകൾ നടത്തിയതിനെക്കുറിച്ചും കൊലപാതകങ്ങൾ നടത്തിയതിനെക്കുറിച്ചും പീഡനങ്ങൾ നടത്തിയതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ മാത്രമാണ് ഇന്നത്തെ പല പത്രങ്ങളും മത്സരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നാം മനസ്സിലാക്കുന്നത്, ഇത്തരത്തിൽ ചില പ്രവർത്തികൾ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു, സമൂഹത്തിൽ നടക്കുന്നത് ഇത് മാത്രമാണ്, അങ്ങനെ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ട് വളരെയധികം വികലമായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ മാധ്യമങ്ങൾ ഒരു യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ മനുഷ്യ മനസ്സുകളെ വളരെയധികം നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇതിനെ മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനം എന്നാണ് നാം പറയുന്നത്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. പ്രധാനമായിട്ടും മാധ്യമങ്ങളുടെ ഈ നിഷേധാത്മക സ്വാധീനങ്ങൾ ഏതെല്ലാം തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതിൽ ആദ്യത്തെയാണ് നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രൊട്ടക്ടിങ് ദ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഇതിന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരു കൃഷിക്കാരൻ തനിക്ക് ആവശ്യമായ വിളവിനുള്ള വിത്ത് വിതച്ച് അതിനെ പരിപാലിച്ച് വളർത്തുന്നത് പോലെ മാധ്യമങ്ങൾ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റിന് വേണ്ടി കാഴ്ചകളിലും കേൾവികളിലും തുടർച്ചയായി ചില കാര്യങ്ങൾ ആവർത്തിച്ച് മനുഷ്യ മനസ്സുകളിൽ കുത്തി നിറച്ച് വളർത്തിയെടുക്കുന്നതിനെയാണ് നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അക്രമവും അശ്ലീലതയും നിറഞ്ഞ കാഴ്ചകൾ തുടർച്ചയായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ, പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത യുവതലമുറയും അതുപോലുള്ളവരും അത് കൂടുതൽ കാണുമ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്ന പ്രവർത്തികളാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും അത് അനുകരിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ ഇന്നത്തെ ഒരു പ്രവർത്തന ശൈലി അനുസരിച്ച് അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അൽഗോരിതങ്ങൾ ഒരു വ്യക്തി കൂടുതലായി കാണുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി 2-3 പ്രാവശ്യം ഒരു പ്രത്യേക സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം ആവർത്തിക്കപ്പെടുക എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന റീൽസുകൾ, ദൃശ്യങ്ങളെല്ലാം ഒരു വയലന്റ് കാഴ്ചയോ ഒരു അശ്ലീലതയുമായി ബന്ധപ്പെട്ട കാഴ്ചയോ കണ്ടു കഴിഞ്ഞാൽ ഇത് മാത്രമായിരിക്കും പിന്നീട് നമുക്ക് സജസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മളെ കൊണ്ട് കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുന്നതും. അങ്ങനെ ഇത് സമൂഹത്തിലെ ഒരു നോർമൽ കാര്യമായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മാധ്യമങ്ങൾ എന്താണോ വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അതുമാത്രം ജനങ്ങളിലേക്ക് നൽകുന്ന രീതിയിൽ സമൂഹത്തിനെ മാറ്റിയെടുക്കുന്നു. ഇതിനെയാണ് നിക്ഷിപ്ത താല്പര്യങ്ങളുടെ സംരക്ഷകർ എന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് മാധ്യമങ്ങളെ നയിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ചില സമൂഹ ചർച്ചകളിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട സെൻസിറ്റീവ് വിഷയങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സംഭവിക്കുന്ന ചില കോൺഫറൻസ് ചർച്ചകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, ഏത് ചാനലാണോ ഏത് മാധ്യമമാണോ അവർക്ക് ആവശ്യമുള്ള ഒരു സന്ദേശം, ഒരു സമ്മറി ആണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് അവിടേക്ക് മാത്രം ചെല്ലുന്ന വിധത്തിലാണ് അവർ ആ ചർച്ചയെ നിയന്ത്രിക്കുന്നതും ആ ചർച്ചയിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്ന ചിലരുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യപ്പെടുന്നതും. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ല ഈ മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും അജണ്ട എന്താണെന്നും അവർ എന്താണ് സമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്നും. എല്ലാ മാധ്യമങ്ങൾക്കുമുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ അവർ തന്നെ സംരക്ഷിക്കപ്പെടുമ്പോൾ അവർ ചെയ്യുന്ന മാധ്യമധർമ്മം സമൂഹത്തിനെതിരെയുള്ള ഒരു അനീതിയും പാപവുമായി മാറുന്നു. ഇനി മാധ്യമങ്ങളുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് വ്യക്തിബന്ധങ്ങളെ വികലമാക്കുക എന്നുള്ളത്. ഡിസ്റ്റോർഷൻ ഓഫ് പേഴ്സണൽ റിലേഷൻഷിപ്സ്. നമ്മൾ മുൻപേ കണ്ട ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു, മാധ്യമങ്ങൾ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന മറ്റൊരു വിപരീത വശവും. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹ സമ്പർക്ക മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, വ്യക്തിബന്ധങ്ങളെ വളർത്തുന്നതിന് പകരം മനുഷ്യരെ പരസ്പരം അകറ്റുകയും ചെയ്യുന്നുണ്ട്. റിയലായി കാണുന്ന വ്യക്തിബന്ധങ്ങൾ പലതും ഇന്ന് വെർച്വൽ ബന്ധങ്ങളിലേക്ക് പരിമിതപ്പെട്ട് കഴിഞ്ഞു. ഉദാഹരണത്തിന്, പല വീടുകളിലും ഇന്ന് കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനു പകരം അവർ വ്യത്യസ്ത മുറികളിൽ നിന്ന് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പെട്ടെന്ന് ആശയവിനിമയം നടത്താനും എന്തും പെട്ടെന്ന് കൈമാറാനും സാധിക്കുമെന്നുള്ളത് ഒരു പോസിറ്റീവ് വശമാണെങ്കിലും, ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ട് മുഖത്തു നോക്കി ചിരിച്ച് സംസാരിക്കുന്നതിലൂടെയും വ്യക്തിബന്ധങ്ങൾ വളർത്തുന്നതിലൂടെയും കിട്ടുന്ന
യഥാർത്ഥ അനുഭവം ഒരിക്കലും വെർച്വൽ ബന്ധങ്ങളിലൂടെ ലഭിക്കുകയില്ല. അത് പലതരത്തിലുള്ള തെറ്റായ വശങ്ങളിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും നീങ്ങാനും വ്യക്തിബന്ധങ്ങളെ വികലമാക്കാനും സാധ്യതയുണ്ട്. അത് സത്യവുമാണ്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ വ്യക്തിബന്ധങ്ങളെ വളർത്തുന്നതിന് പകരം വികലമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വശമാണ് സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പരസ്പരം വ്യക്തികളെ തമ്മിൽ അകറ്റാനും തേജോവധം ചെയ്യാനും ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താനുമൊക്കെ കാണിക്കുന്ന തിരക്കിട്ട പ്രവൃത്തികളും കൂട്ടം കൂടലുകളും. ഇതും മനുഷ്യൻ്റെ പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കുന്നതും സമൂഹത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും നല്ല വശങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണ്. ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ മനുഷ്യബന്ധങ്ങളെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വിപരീത വശമാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അക്രമവാസനയുടെ പ്രോത്സാഹനം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ സിനിമകളായാലും ഗെയിമിംഗ് കണ്ടന്റുകളായാലും തുടർച്ചയായി കുത്തി നിറയ്ക്കുന്നത് അക്രമം നിറഞ്ഞ ദൃശ്യങ്ങളാണ്. ഇത് തുടർച്ചയായി കാണുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗെയിമുകൾ കളിക്കുന്നതിനും മാധ്യമങ്ങൾ മനുഷ്യ മനസ്സുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കാണുന്നതിന് എന്താണ് കുഴപ്പം, ഇത് കളിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നെല്ലാം വ്യാപകമായ ചോദ്യങ്ങൾ ഉയരാമെങ്കിലും നമ്മുടെ തലച്ചോറിനെ വളരെയധികം സ്വാധീനിക്കുന്ന ദൃശ്യങ്ങളാണ് അക്രമവാസനകൾ, ബ്ലഡ് ഷെഡ് മുതലായ തരത്തിലുള്ള വിഷ്വലുകൾ. ഒരു ലഹരി വസ്തുവിനെ പോലെ തന്നെ മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിനെ അത്രയധികം സ്വാധീനിക്കുന്ന ദൃശ്യങ്ങളാണിവ. അക്രമവാസനകൾ നിറഞ്ഞ അല്ലെങ്കിൽ അക്രമങ്ങൾ നിറഞ്ഞ ദൃശ്യങ്ങൾക്ക് അടിമപ്പെടുന്നവരും അത് ഒരു പാഷനായി എടുക്കുന്നവരും അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ, അവരുടെ ചിന്തകളിൽ അക്രമവാസനകൾ പതിയെ പതിയെ കടന്നു വരുവാൻ വഴിയൊരുക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതിനെ പിന്താങ്ങുന്ന ഒത്തിരി പഠനങ്ങളും തിയറികളും മനഃശാസ്ത്രജ്ഞരുടെ കൈവശമുണ്ട്. വളരെ ലഘുവായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോമഡി സിനിമ കണ്ട് അല്ലെങ്കിൽ കോമഡി ജോണറിലുള്ള സിനിമകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരത്തിലും ജീവിതത്തിലുമെല്ലാം തമാശകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ആ വ്യക്തി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴെല്ലാം ഈ തമാശയിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ സിനിമ വിഷ്വലുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന തമാശകൾ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികൾ തന്നെ ചില തമാശകൾ അനുകരിക്കുന്നവയായിരിക്കും. കാരണം അയാളുടെ തലച്ചോറിനെ ആ കോമഡി അല്ലെങ്കിൽ ആ ഒരു ഹാസ്യം എന്നുള്ള ഒരു വിഭാഗം അത്രയധികം സ്വാധീനിച്ചിട്ടാണ് സിനിമകളിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ എല്ലാം കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും. ഇത് കൂടുതലായി കാണുന്നവരുടെ തലച്ചോറിൽ ഇംപ്രിന്റഡ് ആകുന്ന ഇത്തരത്തിലുള്ള വാസനകളും ദൃശ്യങ്ങളും അവർ പിന്നീട് ചെയ്തേക്കാവുന്ന, ചിന്തിച്ചേക്കാവുന്ന പ്രവൃത്തികളിലും അക്രമത്തിൻ്റെ അല്ലെങ്കിൽ അക്രമവാസനയുടെ സ്ഫുരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവരുടെ കണ്ടന്റുകളിലും വിഷ്വലുകളിലും അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിഷേധാത്മക സ്വാധീനമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സെക്ഷൽ അനാർക്കി, ലൈംഗിക അരാജകത്വം എന്നുള്ള കാര്യം. ലൈംഗിക അതിപ്രസരമുള്ള പ്രോഗ്രാമുകൾ, വിഷ്വലുകൾ എന്നിവ തുടർച്ചയായി കാണുന്നവർ വികലമായ ലൈംഗിക ചിന്തകളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും നയിക്കപ്പെടുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന, നമ്മൾ ഒരു പത്രവാർത്ത എടുത്താൽ സമൂഹ മാധ്യമത്തിൽ വരുന്ന പലതരത്തിലുള്ള വാർത്തകളും കോണ്ടന്റുകളും എടുത്താൽ അതിൽ തന്നെ പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കും ഭാവനകൾക്കും അടിമപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ന്യൂസുകൾ വളരെയധികം വർദ്ധിച്ച ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ. ഇത്തരത്തിൽ അതിപ്രസരമുള്ള ഒരുപാട് കോണ്ടന്റുകൾ, വിഷ്വലുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആസ്വാദനം എല്ലാവരും ചെയ്യുന്നതാണ് എന്ന ഒരു സാമാന്യവൽക്കരണത്തിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോർമലൈസ്ഡ് സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇത് ലൈംഗികതയെ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ, വിനോദ ഉപാധിയായി മാത്രം തരം താഴ്ത്തുന്ന നിരയിലേക്ക്, ഒരു തിന്മയിലേക്ക് നയിക്കുന്നു. ചില മാധ്യമങ്ങളുടെ ഉള്ളടക്കങ്ങളും താരങ്ങളും അനിയന്ത്രിതമായ ഇത്തരത്തിലുള്ള ഒരു ധാർമ്മികതയില്ലാത്ത ലൈംഗിക പ്രവർത്തികളെയും മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങളെയും എല്ലാം മഹത്വവൽക്കരിക്കുന്നുമുണ്ട്. ഇതിനെയെല്ലാം വളരെ വലിയ കാര്യമായി കെട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് മാധ്യമത്തിൻ്റെ ഒരു സത്യമായ ധർമ്മമല്ല. ഒരു മാധ്യമം എന്ത് കോണ്ടന്റ് ഉപയോഗിച്ചും വിറ്റുപോവുക, അതിൽ നിന്ന് കാശുണ്ടാക്കുക എന്നുള്ള വളരെ അധമമായ ഒരു ചിന്താഗതിയിലൂടെ മാധ്യമങ്ങൾ കടന്നുപോകുന്ന ഒരു അവസ്ഥയാണിത്. ഇനി മറ്റൊരു കാര്യമാണ് തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിക്കുക എന്നുള്ളത്.
ഫോൾസ് കോൺസെപ്റ്റ്സ് അബൌട്ട് ബ്യൂട്ടി എന്ന് നമുക്ക് അതിനെ ഇംഗ്ലീഷിൽ പറയാം. അതായത് നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം തുടർച്ചയായി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് വിവിധ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള പരസ്യങ്ങൾ. ആദിമകാലം തൊട്ടേ ഒരു മാധ്യമങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ നിന്നാണ് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ റൺ ചെയ്യാനുള്ള ഒരു മൂലധനം ലഭിക്കുന്നത്. അതുകൊണ്ട് പരസ്യങ്ങളെ സംരക്ഷിക്കുക, പരസ്യങ്ങളെ കൂടുതലായി പ്രചരിപ്പിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു താല്പര്യം തന്നെയാണ്. പക്ഷേ ഈ പരസ്യങ്ങളൊന്നും തന്നെ സമൂഹത്തിലെ സത്യമായ ഒരു കാര്യത്തെ അല്ല പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ കാണിക്കുന്ന ഒരു മോഡലോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളോ ഒരിക്കലും സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള ആളുകളല്ല. അവർ ഉപയോഗിച്ച് കാണിക്കുന്ന നിരയൊത്ത പല്ലുകളോ വെളുത്ത പല്ലുകളോ ആ പേസ്റ്റ് ഉപയോഗിക്കുന്ന ആർക്ക് ലഭിക്കുന്നില്ല. ഒരു കാറിന്റെ പരസ്യത്തിൽ കാണിക്കുന്ന 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഓടുമെന്നുള്ള ഒരു മൈലേജ് ആ കാറ് ആ രാജ്യത്ത് വാങ്ങിച്ച ഒരു വ്യക്തിക്കും ഒരിക്കൽ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരു പ്രത്യേക ഐഡിയൽ സാഹചര്യത്തിൽ, പ്രത്യേക കണ്ടീഷനിൽ മാത്രം, പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഓടിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അത് ഒരാൾക്ക് പോലും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. ഇതുപോലെ പരസ്യങ്ങൾ കൊടുക്കുന്ന തെറ്റായ സങ്കല്പങ്ങളുണ്ട്. അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതൊരു നോർമൽ കാര്യമായി എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, സ്വന്തം വ്യക്തിത്വത്തെയും ശരീരത്തെയും വെറുക്കാനും തള്ളിപ്പറയാനും മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കാനും ഒരാളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ. മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരാണ്, ഒരു പെണ്ണ് എന്നുള്ളതിന് അവർക്ക് ചില പ്രത്യേക അളവുകളുണ്ട്, നിറമുണ്ട്. ഇതെല്ലാം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു പരസ്യത്തിൽ ഒരാളെ അങ്ങനെ കാണപ്പെടണമെങ്കിൽ അവർ അതിന് പിന്നിൽ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപാട് കഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച്, വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സർജറികളോ എന്തൊക്കെയോ ചെയ്ത് ഒരു നോർമൽ സമൂഹത്തിൽ നിലനിൽക്കാത്ത മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയും ഇതാണ് സൗന്ദര്യം എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാധാരണ ജനങ്ങൾ ആരും ഇതിൽ പെട്ടവരല്ലെന്നും നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ അവരുടെ പ്രൊഡക്റ്റുകളും അവരുടെ താല്പര്യങ്ങളും വിറ്റഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ താല്പര്യത്തിൻ്റെ പിറകിലുള്ള കാര്യം. അതുകൊണ്ട് ഇത് ആദിമകാലം മുതലേ മാധ്യമങ്ങൾ സമൂഹത്തിൽ പടച്ചുവിടുന്ന ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് സൗന്ദര്യത്തെക്കുറിച്ച്, മനുഷ്യ സൗന്ദര്യത്തെക്കുറിച്ച് കൊടുക്കുന്ന തെറ്റായ ഒരു സങ്കല്പം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. പുറന്തള്ളപ്പെടുമോ എന്ന ഭയം, ഫോമോ എന്ന് നമ്മളതിനെ ചുരുക്കി പറയും. അതായത് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് ഓഫ്ലൈൻ ആയിരിക്കുമ്പോഴും മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാൻ പറ്റാതിരിക്കുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ചിന്തയാണ് ഇത്. ഉദാഹരണത്തിന്, നമ്മൾ ഇങ്ങനെയൊരു മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയോ, നമുക്ക് മറ്റ് കണക്ടിവിറ്റികൾ ഇല്ലാതെ വരുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യാനോ നമ്മുടെ ആക്ടിവിറ്റികൾ കാണാനോ ആരുമില്ല എന്നുള്ളൊരു ചിന്തയോ, ഇതെല്ലാം നമ്മളെ ഒരു ഡിപ്രഷനിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും താല്പര്യക്കുറവിലേക്കും അമിത സമ്മർദ്ദത്തിലേക്കും പിരിമുറുക്കങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നു. ഉത്കണ്ഠ, ആൻസൈറ്റി, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ എന്നിവയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ വന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. എപ്പോഴും ഒരു ഔട്ട്സൈഡ് വേൾഡുമായി കണക്റ്റഡ് ആയിരിക്കുന്ന നമുക്ക് അതിൽ നിന്നൊരു കണക്ഷൻ വിട്ടുപോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയോ എന്നുള്ളൊരു ഭയം. അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല, പക്ഷെ അത് നമ്മുടെ മനസ്സിനെ തെറ്റായി ധരിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തെറ്റായി പഠിച്ചെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെ ഇത്രയധികം നെഗറ്റീവായി ബാധിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള വ്യക്തികൾ ആക്റ്റീവായി ഫിസിക്കൽ ബന്ധങ്ങൾ സമൂഹവുമായും ചുറ്റുപാടുമായും, അല്ലെങ്കിൽ നമ്മളൊക്കെ അംഗമായ ഇടവകയായും സമൂഹവുമായൊക്കെ നിലനിർത്തുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡിപ്രഷനിലേക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ അമിതമായി നമ്മൾ സോഷ്യൽ മീഡിയയെ മാത്രം ആശ്രയിച്ച് നമ്മുടെ ബന്ധങ്ങൾ അതിലൂടെ മാത്രം കെട്ടിപ്പടുക്കുമ്പോൾ, ഈ ഒരു കണക്ഷൻ ഇല്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സ് അമിതമായി ഉത്കണ്ഠപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ പുറന്തള്ളപ്പെടുമോ എന്ന ഭയം, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ്, അവസാനത്തെ പോയിന്റാണ് നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം. നോമോഫോബിയ എന്ന് നമ്മൾ പറയും. അതായത് മൊബൈൽ ഫോൺ ആണല്ലോ നമുക്ക് ഇന്ന് മാധ്യമങ്ങളുടെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത്. അമിതമായ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുമ്പോഴോ, കയ്യിലില്ലാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അത് ബാറ്ററി ചാർജ് തീർന്ന് ഓഫായി പോകുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാതെ അതിൽ നെറ്റ്വർക്ക് ഇല്ലാതെ വരുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അമിതമായ ഒരു ഭയമാണ് ഈ നോമോഫോബിയ എന്ന് പറയുന്നത്.
ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നു, നമ്മുടെ ശ്വാസോച്ഛ്വാസം പെട്ടെന്നാകുന്നു, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയാകുന്നു, നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇൻസെക്യൂർ ആയി മാറുന്നു. ഇത് നമുക്ക് മൊബൈൽ ഫോൺ വേണം എങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുമായി കണക്റ്റഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ എന്തോ ഗുരുതരമായ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണിത്. അത് മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം മൂലമാണ്. ഈ മാധ്യമങ്ങൾ നമുക്ക് തരുന്ന ഒരു ഓവർ ഡിപ്പെൻഡൻസി കൊണ്ട് കൂടിയാണ് നമുക്കിത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏതെങ്കിലും ഒരു നവമാധ്യമം, അതിലൂടെയുള്ള ഒരു ആക്ടിവിറ്റി ആവശ്യമാണ് എന്നതിലേക്ക് മാധ്യമങ്ങൾ നമ്മളെ നയിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും നവമാധ്യമങ്ങളിലൂടെയും ഒരു മൊബൈൽ ഫോൺ ഡിവൈസുകളിലൂടെയും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ അവർ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതില്ലാതാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാതെയാകുന്നു. നമ്മൾ എപ്പോഴും ഒരു മൊബൈൽ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ വളരെ നിഷേധാത്മകമായി സ്വാധീനിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉപകരണവും ഒരു മാധ്യമവും ഇല്ലാതെ സ്വന്തമായി നിലനിൽക്കാനും സമൂഹത്തിൽ മറ്റുള്ളവരുമായി നേരിട്ട് ഇടപഴകാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിന് പൂർണ്ണത വരികയുള്ളൂ, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പൂർണ്ണത വരികയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. മാധ്യമങ്ങൾ ഒരിക്കലും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നന്മയല്ല. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല. മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കാനാവില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. മനുഷ്യജീവനെ, മനുഷ്യൻ്റെ അന്തസ്സിനെ മെച്ചപ്പെടുത്താൻ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. പക്ഷേ അതിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് മനുഷ്യന് ഒരു ഭീഷണിയാവുന്നത്. ദൈവവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നമ്മുടെ നിക്ഷേപത്തെ ഭംഗിയാക്കേണ്ടതുണ്ട്. അത് എവിടെയായിരിക്കണമെന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കേണ്ടതുണ്ട്. എല്ലാ മാധ്യമങ്ങളെയും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് മാധ്യമങ്ങളെ ക്രിട്ടിക്കലായിട്ട് സമീപിക്കുക, വിമർശനാത്മകമായി സമീപിക്കുക എന്നുള്ളത്. എന്താണ് നല്ലത്, എന്താണ് മോശമെന്ന് തിരിച്ചറിയാൻ ദൃശ്യ ശ്രാവ്യ മാധ്യമ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മൾ 12 വർഷം അഭ്യസിച്ച, നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പഠിച്ച ക്രൈസ്തവ മൂല്യങ്ങൾക്ക്, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത മാധ്യമ ആവിഷ്കാരങ്ങൾ നിരാകരിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ നിരാകരിക്കുവാൻ നമുക്ക് ചുറ്റുമുള്ളവരെ നാം പ്രേരിപ്പിക്കുകയും വേണം. കാരണം ധാർമ്മികതയ്ക്കും കുടുംബ ബന്ധങ്ങൾക്കും എതിരായിട്ടുള്ള, അതിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ആശയവും വളർത്താൻ നാം കൂട്ടുനിൽക്കാൻ പാടില്ല. എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് വായിക്കണം എന്ന കാര്യത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും നമുക്ക് കഴിയണം. ഈ കാര്യത്തിൽ ഒരു പോപ്പുലാരിറ്റി അല്ല നോക്കേണ്ടത്. ഒരുപാട് പേർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരി എന്നല്ല അർത്ഥം. ശരി ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ ചേരുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രൈസ്തവികത, ധാർമ്മികത. അതുകൊണ്ട് മാധ്യമങ്ങൾ നമുക്ക് മുൻപിൽ വിളമ്പുന്ന എല്ലാ കാര്യത്തിലും ഒരു വിവേചനം കാത്തു സൂക്ഷിക്കാൻ നമുക്കാവണം. അടുത്തതായി, മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന അഡിക്ഷനെ പറ്റി, അടിമത്തത്തെപ്പറ്റി നമ്മൾ തന്നെ ജാഗരൂകരായിരിക്കുക, കെയർഫുള്ളായിരിക്കുക എന്നുള്ളതാണ്. കാരണം നവമാധ്യമങ്ങളുടെ ഉപയോഗം വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരു 24 മണിക്കൂറിൽ വളരെയധികം സമയം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഇന്ന് അപഹരിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിപാടികൾ പ്രയോജനപ്രദമാണെങ്കിലും നമ്മുടെ പഠനം, ജോലി, കുടുംബ ബന്ധങ്ങൾ, പ്രാർത്ഥന മുതലായവയെ ബാധിക്കത്തക്ക വിധത്തിൽ മാധ്യമങ്ങൾക്ക് അടിമയായി തീരുന്നത് നമ്മളെ ജീവിത പരാജയത്തിലേക്ക് നയിക്കും. മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മളുടെ കുടുംബത്തിലുള്ളവരുമായി സംസാരിക്കാനോ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങൾ താളം തെറ്റുമ്പോഴോ, നമ്മുടെ പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം നാം ഒരു അടിമത്തത്തിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുക. മറ്റൊന്നാണ് മാധ്യമങ്ങളെ നന്മയുടെ ഉപാധികളായി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇത് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം അതിൻ്റെ 2494-ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായി പറയുന്നുണ്ട്. ദുഷിച്ച മാധ്യമ സൃഷ്ടികളെ നമുക്ക് തള്ളിക്കളയാനാകണം. മാധ്യമങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങളും സാഹിത്യവും കലയും സമൂഹത്തിൽ പ്രചരിപ്പിക്കാനാണ് നാം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഏറ്റവും ആത്യന്തികമായി മനുഷ്യമഹത്വം, ദൈവമഹത്വം ഇവയെല്ലാമാണ് മാധ്യമങ്ങളിലൂടെ നാം ജനങ്ങളിലേക്ക് മുന്നോട്ട് വയ്ക്കേണ്ടത്. അതൊരിക്കലും മനുഷ്യബന്ധങ്ങളെ തകർക്കാനോ
മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കാനുള്ള ആശയങ്ങളോ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ഉപാധിയാകരുത്. ഇനി അവസാനത്തെ കാര്യമാണ് സൈബർ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമവിധേയമായിരിക്കണം. ഇത്തരത്തിലുള്ള മീഡിയകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കുറ്റകൃത്യത്തിനെയാണ് സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. ദൈവകൽപ്പനകളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ലംഘനം എവിടെ നടന്നാലും, അത് സൈബർ ഇടത്തിൽ നടന്നാലും സാധാരണ ജീവിതത്തിൽ നടന്നാലും അത് കുറ്റകൃത്യം തന്നെയാണ്. ഇന്ന് സൈബർ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മീകവും ഭൗതികവും മാനസികവും സാംസ്കാരികവുമായ തലങ്ങളെ ബാധിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ മനുഷ്യ സമൂഹത്തിൻ്റെ മൂല്യബോധത്തെ നശിപ്പിക്കുന്ന തിന്മകളായി നാം മനസ്സിലാക്കണം. എന്താണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ? അത് പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ ഫോൺ ചോർത്തുക, വൈറസുകൾ, മാൽവെയറുകൾ എന്നിവ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ പേഴ്സണൽ ഡേറ്റകളോ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുക, മറ്റുള്ളവരുടെ ഡിവൈസുകൾ ഹാക്ക് ചെയ്യുക, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക, പോണോഗ്രഫി കാണുക, പ്രചരിപ്പിക്കുക, വ്യക്തിവിവരങ്ങൾ ചോർത്തിയെടുക്കുക, സൈബർ ഇടത്തിലൂടെ ഒരാളെ തേജോവധം ചെയ്യുക, ഓൺലൈനിലൂടെ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പ്, ഇതെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യമഹത്വത്തിനും ദൈവമഹത്വത്തിനും എതിരായിട്ടുള്ള തിന്മകളാണ്. അത് സൈബർ മാധ്യമങ്ങളിലൂടെ നടത്താൻ കൂട്ടുനിൽക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്. സൈബർ നിയമങ്ങളെക്കുറിച്ച് ഓരോ രാജ്യത്തിനും അവരുടേതായ വ്യക്തമായ നിയമങ്ങളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനും സൈബർ ഉപയോഗത്തെക്കുറിച്ചും സൈബർ നിയമത്തിനെക്കുറിച്ചും വ്യക്തമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഇവ ഏതാണെന്ന് കണ്ടുപിടിക്കാനും നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും ഇതിനോട് വിധേയപ്പെടാനും നമുക്കാവണം. ഇത്തരത്തിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വലിയ ഒരു സാമൂഹിക പ്രതിബദ്ധത തന്നെയാണുള്ളത്. ഇന്ന് മാധ്യമങ്ങൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നിടത്തോളം മറ്റൊന്നും സ്വാധീനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കേണ്ട സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സത്യം, സ്വാതന്ത്ര്യം, നീതി, സഹാനുഭൂതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരം ലഭിക്കാൻ സമൂഹത്തിന് എപ്പോഴും അവകാശമുണ്ട്. അത് കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് ധർമ്മവുമുണ്ട്. മാധ്യമങ്ങളും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സാമൂഹിക പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊരിക്കലും ഒരു കച്ചവട ഉപാധിയായി മാത്രം എടുക്കാതെ സമൂഹത്തിൻ്റെ നന്മ കാക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാകണം. ഒരു സമൂഹത്തിൻ്റെ സദാചാരത്തിന് നിരക്കാത്ത പരിപാടികളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും പിന്മാറാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയ ക്രൂരതകൾ തുടങ്ങിയ തിന്മകൾക്കെതിരെ ഒരു പൊതുബോധമുണർത്താൻ മാധ്യമങ്ങൾക്കാവണം. സമൂഹത്തിൽ അഴിമതിയും പക്ഷപാതവും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നിൽ നിൽക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ഥാപിത താൽപ്പര്യങ്ങളുടെ സംരക്ഷകരാകാതെ സമൂഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി മാധ്യമങ്ങൾ മാറണം. സത്യത്തെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക വഴി രാജ്യത്തെ പുരോഗതിയിലേക്കും നന്മയിലേക്കും നയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. സത്യത്തെ വളച്ചൊടിക്കാതെ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളെ സത്യമായി അവതരിപ്പിക്കാതെ വസ്തുനിഷ്ഠമായി സത്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. യഥാർത്ഥമായ ഒരു മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു സംസ്കാരത്തിന് തുടക്കമിടാൻ മാധ്യമങ്ങൾക്ക് ആവണം. ഇനി ഒരു വിവരം മാധ്യമങ്ങളിലൂടെ നാം സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെ നാം കൈവശം വെക്കണമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും ചിന്തിക്കുമ്പോൾ നമുക്കും ചില പ്രതിബദ്ധതകളുണ്ട്. അതിന് നമുക്ക് സോക്രട്ടീസിൻ്റെ 3 ഫിൽട്ടറുകൾ ഉപയോഗിക്കാം. നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം സത്യമാണോ, ഇത് കരുണയുള്ളതാണോ, ഇത് മറ്റുള്ളവർക്ക് സഹായകരമാണോ എന്ന് വിവേചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 ഫിൽട്ടറുകൾ അഥവാ അരിപ്പകൾ. ഇത് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. അത്തരത്തിൽ പറഞ്ഞാൽ നാം ഓരോരുത്തരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു റോൾ കൈകാര്യം ചെയ്യുന്നവരാണ്. സമ്പർക്ക മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരും സമൂഹത്തിൽ അത് ഷെയർ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യത്തോടെ നമ്മളിൽ ഏവർക്കും ബാധകമാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം സത്യമായ ഒരു വിവരമാണോ, അത് മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായകമാണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കരുണയുടെ ഒരു സന്ദേശം നൽകുന്നതാണോ എന്ന് വിവേചിക്കുവാനും ഒഴിവാക്കേണ്ട വിവരങ്ങൾ ഒഴിവാക്കാനും ധാർമ്മികമായത് മാത്രം ഷെയർ ചെയ്യുവാനും നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ പരിണാമം, മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വാധീനം, അവ സമൂഹത്തിൽ ചുമത്തുന്ന നിഷേധാത്മകമായ സമീപനങ്ങൾ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നാം സംസാരിച്ചു, മനസ്സിലാക്കി. ആത്യന്തികമായി ക്രൈസ്തവ വീക്ഷണത്തിൽ നാം എല്ലാവരും യേശുവിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന കൽപ്പന പാലിച്ചുകൊണ്ട് ലോകം മുഴുവനും യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ
ഉത്തരവാദിത്തപ്പെട്ട മിഷനറിമാരാണ് ഓരോ കത്തോലിക്ക സഭ അംഗവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമുക്ക് ലഭിച്ച എല്ലാവിധ സാങ്കേതിക വിദ്യകളും സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ ഉപയോഗവും. മാധ്യമങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനും വചനപ്രഘോഷണങ്ങളെ സുഗമമാക്കുവാനും സമ്പർക്ക മാധ്യമങ്ങൾ വളരെയധികം സഹായകമാണ്. നമുക്കറിയാം, പത്രമാസികകൾ, റേഡിയോ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, സിനിമ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയവയെല്ലാം വചനപ്രഘോഷണത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ കഴിവുകൾ കൊണ്ട് നാം ശ്രമിക്കണം. മനുഷ്യനെ ആധ്യാത്മികമായും സാംസ്കാരികമായും വളർത്തുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പല മാധ്യമങ്ങളുമുണ്ട്. ഇവയ്ക്കെല്ലാം നാം പ്രോത്സാഹനം നൽകണം. ആത്മീയതയ്ക്കും ആധ്യാത്മികതയ്ക്കും അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന ഒട്ടനവധി മാധ്യമങ്ങളും നമ്മൾ നേരത്തെ സംസാരിച്ച മാധ്യമങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുവാനും നാം ശ്രമിക്കണം. മാധ്യമ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുടെ സേവനം പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വിവിധ രീതികളിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ സഭയും നാമും ശ്രമിക്കണം. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വിശ്വാസത്തിന് വിരുദ്ധമായ ചർച്ചകളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അനുകൂലമായ നിലപാടെടുത്ത് ശക്തമായി നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് ആവണം. സമ്പർക്ക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ധാരാളമായി ഉപയോഗിക്കുന്ന നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനും ചിത്രങ്ങൾ സംയോജിപ്പിക്കുവാനും റീൽസുകൾ തയ്യാറാക്കാനും അറിയാവുന്ന നമുക്ക് അതിലൂടെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളും സുവിശേഷങ്ങളും നല്ല നല്ല കൊച്ചു അറിവുകളും ആധ്യാത്മികതയും പ്രചരിപ്പിക്കാൻ സാധിക്കുന്നവരാകണം. വിശുദ്ധ കാർലോ അക്യുത്തസിൻ്റെ ജീവിത മാതൃക ഇതിൽ നമുക്ക് വളരെയധികം പ്രേരണ നൽകുന്നതാണ്. തൻ്റെ യുവത്വത്തിൽ ഇൻ്റർനെറ്റ് എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യാനും ഒരു വെബ്സൈറ്റ് ആക്കാനും ലോകത്തിന് മുഴുവനും അവൈലബിൾ ആക്കുവാനും ശ്രമിച്ചതാണ് വിശുദ്ധ കാർലോസ് അക്യുത്തസിനെ തൻ്റെ വിശുദ്ധിയുടെ വഴിയിലേക്ക് നയിച്ച ഒരു പ്രധാന സംഭവം. ഇതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ല ആകർഷകമായ കണ്ടൻറ്റുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. അതിലൂടെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളെ, ക്രൈസ്തവ ധാർമ്മികതയെ, കത്തോലിക്ക വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നവരാകുവാൻ നമുക്കും ശ്രമിക്കാം. മാധ്യമങ്ങളെ ദൈവത്തിൻ്റെ ദാനങ്ങളായും മനുഷ്യരെ സാഹോദര്യത്തിൽ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളായും കാണണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ വേണ്ടവിധം ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ശക്തമായ സഹായങ്ങളാകുമെന്ന് സഭാമാതാവിന് വ്യക്തമായ അറിവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാം, ചില തീരുമാനങ്ങളെടുക്കാം. ദൈവമഹത്വവും മനുഷ്യ നന്മയും ലക്ഷ്യമാക്കിയാവണം ഞാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. മാധ്യമങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പൂർണ്ണമായും ശരിയല്ല. മാധ്യമങ്ങളിലെ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് നന്മ മാത്രം ഞാൻ സ്വീകരിക്കണം. മാധ്യമങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിനും സമൂഹ നിർമ്മിതിക്കും പ്രയോജനപ്പെടുത്തണം. സത്യം എന്തെന്ന് പൂർണ്ണമായ അറിവില്ലാത്ത ഒന്നും തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനും മറ്റുള്ളവരുടെ സൽപ്പേരിനും കളങ്കമേൽപ്പിക്കുന്ന ഒന്നും ലൈക്കിനും റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി മാത്രമായി മാധ്യമങ്ങളിൽ ഒരു ഉള്ളടക്കങ്ങളും ഞാൻ സൃഷ്ടിക്കുന്നതല്ല. സമൂഹ സമ്പർക്ക മാധ്യമങ്ങളെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുകയും അപ്രകാരം ഉപയോഗിക്കാൻ മറ്റുള്ളവരെ ഞാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായം 2-ാം വാക്യം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്ത അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.